വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫിറ്റ്. ഇന്ന് റീഡ് ചെയ്യുന്നത് നിങ്ങളെ കാത്തിരിക്കുന്ന സാമ്പത്തിക മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഈ സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചും ആ കാര്യത്തിൽ മാറ്റങ്ങൾ വരാനും അല്ലെങ്കിൽ ഒന്നുകൂടി നന്നാക്കാനും വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് ഇന്ന് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. Knight of Pentacles, Six of Swords, Knight of Swords, Two of Pentacles, Six of Cups, Eight of Swords, Ten of Cups, Four of Swords, Two of Wands, Double. Wheel of Fortune. Bottom of the deck, Five of Wands ആണ് വന്നിട്ടുള്ളത്. റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോടൊരു കാര്യം അറിയിക്കാനുണ്ട്. നമ്മുടെ ഈ ചാനലിൽ മുന്നേ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, 41 ഡേയ്സ് ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാം. അതിൻ്റെ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ 17-നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ഡീറ്റെയിൽസ് അറിയാം. പിന്നെ ആർക്കെങ്കിലും ടാരോ ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഈ സ്പ്രെഡ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇതൊരു ജേണി പോലാണ്. അതായത് ഇപ്പം നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. പിന്നീട് അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് പോലെ അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പോലെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങൾക്ക് നല്ല രീതിക്ക് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവുന്നുണ്ട്, മാനേജ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇനി മേ ബി നിങ്ങൾ ഫിനാൻഷ്യലി സെറ്റിൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് 10 ഓഫ് കപ്സിൻ്റെ എനർജി, അതായത് നിങ്ങളുടെ ഫാമിലിയിലാണ് ബുദ്ധിമുട്ട് വരുന്നത്. അതായത് 2 തരം ആൾക്കാർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന് ഫാമിലിയിൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാരെ, ഒന്ന് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാരെ. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയ ആൾക്കാർക്ക് ഫാമിലിയിൽ ഇഷ്യൂ, ഫാമിലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഫിനാൻഷ്യലി ഇഷ്യൂ. അപ്പോൾ ഇങ്ങനെയുള്ള 2 തരം എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള 2 എനർജീസിലുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാകും. അതുകൊണ്ടാണ് ഇങ്ങനെ 2 തരത്തിലുള്ള റീഡിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാർഡ്സ് വന്നിട്ടുള്ളത്, ഫസ്റ്റ് കാർഡ് 8 ഓഫ് സോഡ്സ്, അതുപോലെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. 8 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഉള്ളതെന്നുള്ളതാണ് കാണിക്കുന്നത്. മേ ബി നിങ്ങൾക്ക് ലോൺ ഉണ്ടാകാം, സാമ്പത്തിക ബാധ്യത ഉണ്ടാകാം, അല്ലെങ്കിൽ കുടുംബപരമായിട്ട് എന്തെങ്കിലും സ്വത്തിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകാം. അങ്ങനെ സ്വത്തിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ളവരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ കുടുങ്ങിക്കിടക്കുന്നു. അതുപോലെ കരിയറിൽ വിചാരിച്ചതുപോലൊരു ഗ്രോത്ത്, പ്രമോഷൻ അല്ലെങ്കിൽ വിചാരിച്ചതുപോലൊരു ജോലി നിങ്ങൾക്ക് കിട്ടാതെ കഷ്ടപ്പെടുന്ന ആ ഒരു 8 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പം ഫുൾ നിങ്ങളെ കെട്ടി വരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് കാണാൻ പറ്റുന്നത്. മീൻസ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല, ഒരു സ്റ്റക്ക് സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അതിനുശേഷം നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതായത് പണം വരും, പക്ഷേ അത് സ്റ്റേബിൾ ആവണമെങ്കിൽ കുറച്ച് സ്ലോ ആയിരിക്കും. ഇപ്പം നിങ്ങളുടെ അവസ്ഥ സ്റ്റക്ക് എനർജിയാണ്. അതുകൊണ്ട് ഇത് സ്റ്റക്ക് ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് സ്ലോ പ്രോസസ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം ഭാവിയിൽ വരും, ഭാവിയിൽ നല്ല അടുത്ത് തന്നെ വരും. അത് നിങ്ങൾക്ക് സ്ലോ ആയിട്ട് വരുന്നതാണ്. സ്ലോ ആണെങ്കിലും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിരതയിലേക്ക് പോകുന്ന കുറച്ച് ആൾക്കാരെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ 6 ഓഫ് സോഡ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടിലുള്ള ഒരു ഇതിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫിനാൻഷ്യലി മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, വരവിന് അനുസരിച്ച് തന്നെ ചിലവായി പോകുന്നുണ്ട്. മേ ബി വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്ന ഒരു സിറ്റുവേഷനും കൂടി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ഒരു മേഖലയിലായിരിക്കില്ല നിങ്ങൾ ജോലി ചെയ്യുന്നത്. പുതിയ ദിശയിലേക്ക് പോകേണ്ട സമയമായി എന്നുള്ളതാണ്. നിങ്ങൾ ഇതുവരെയും എക്സ്പീരിയൻസ് ചെയ്ത അല്ലെങ്കിൽ ഇതുവരെയും നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ആ ഒരു മേഖലയിൽ നിന്നും പുതിയൊരു ദിശയിലേക്ക് നിങ്ങളുടെ ദിശ മാറുന്നതായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ദിശയിലേക്ക് ഒരു മാറ്റം വേണം. ആ ഒരു നിങ്ങളുടേതായിട്ടുള്ള ദിശയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ സ്റ്റക്ക് ആക്കിയിട്ട് നിർത്തിയിട്ടുള്ളത്.
അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളിപ്പോൾ തെറ്റായ സ്ഥലത്താണുള്ളത്, തെറ്റായ ഫീൽഡിലാണുള്ളത്. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് മറ്റൊരു ദിശയാണ്, നിങ്ങളെ ദൈവം വിളിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ദിശയിലേക്കാണ്, പക്ഷെ നിങ്ങൾ പോകുന്നത് മറ്റൊരു ദിശയിലേക്കാണ്. അപ്പം വഴി തെറ്റാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. റൈറ്റ് ആയിട്ടുള്ള വഴിയിലേക്ക് വലിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പ്രകൃതി, പക്ഷെ നിങ്ങളവിടെ സ്റ്റക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നുകിൽ മറ്റൊരു ദിശയിലേക്ക് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം, മറ്റൊരു ഫീൽഡിലേക്ക് പോകാൻ വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. അതല്ല ഇത് ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ അതും ചെയ്യാം. രണ്ട് ഓപ്ഷനിലാണ്. കാരണം നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം അറിയാൻ പറ്റൂ. ഇപ്പം ചെയ്യുന്ന ജോലി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് മറ്റൊരു ഫീൽഡിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവില്ല. അപ്പം നിങ്ങളുടെ സാഹചര്യം എങ്ങനെ എന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് വിട്ടിട്ട് കംപ്ലീറ്റ് വിട്ടിട്ട് മറ്റൊരു ദിശയിലേക്ക് പോകണോ, അല്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു ദിശയിലേക്ക് പോകേണ്ട കാര്യങ്ങൾ നോക്കണോ എന്നുള്ളത് നിങ്ങളുടെ സാഹചര്യത്തെ എങ്ങനെയാണോ ഉള്ളത് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുക. കാരണം ഇപ്പോൾ സ്റ്റക്കായിട്ടാണ് കാണിക്കുന്നത്. ആ സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു മോചനം വേണമെന്നുണ്ടെങ്കിൽ ദിശ മാറ്റി പിടിക്കണം എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം നിങ്ങളെ പ്രപഞ്ചം മറ്റൊരു ദിശയിലേക്ക് വിളിക്കുന്നത്, നിങ്ങളാണെങ്കിൽ മറ്റൊരു ദിശയിലേക്ക് പോകുന്നു. രണ്ടും രണ്ട് വഴിക്കാണുള്ളത്. അതുകൊണ്ടാണ് ഈ സ്റ്റക്ക്. നിങ്ങളെ പ്രപഞ്ചം എങ്ങോട്ടേക്കാണോ വിളിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ആ ദിശ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാവാത്ത കാരണം എന്ന് വെച്ചാൽ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് 5 ഓഫ് വൺസ് വന്നിട്ടുണ്ട്. അതായത് ഭയങ്കരമായിട്ട് നടക്കുന്ന ഇന്നർ കോൺഫ്ലിക്റ്റ് ആണ്. എന്താണെന്ന് മനസ്സിലാകാതെ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ ഫസ്റ്റ് കാർഡ് 8 ഓഫ് സോഡ്സ്. ഈ രണ്ട് കാർഡ്സും നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ കോൺഫ്ലിക്റ്റിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത്രയും മാനസിക സമ്മർദ്ദം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് എപ്പോഴാണോ മനസ്സ് ഫ്രീ ആക്കാൻ പറ്റുന്നത് ആ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടൂ, ക്ലാരിറ്റി വരും. പക്ഷെ എന്നാലും കുറേ പേർക്ക് ക്ലാരിറ്റി വന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഏത് ഫീൽഡിലാണ് പോകേണ്ടതെന്നുള്ളത്. പക്ഷെ അവിടെ പോകാൻ നിങ്ങളെ സാഹചര്യം സമ്മതിക്കുന്നുണ്ടാവില്ല. പക്ഷെ സാഹചര്യത്തെ നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾ രണ്ടും കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ഒരു ഭാഗത്തു നിന്ന് മാത്രമായിട്ടുള്ള ഒരു ഇൻകം സോഴ്സ് അത് നടക്കില്ല. നിങ്ങൾ എക്സ്ട്രാ എന്തെങ്കിലും നോക്കണം. അതായത് രണ്ട് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം വരുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ഒരൊറ്റ സൈഡ് മാത്രം പ്രതീക്ഷിച്ച് നിന്നാൽ അവിടെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ രണ്ട് കാര്യം മാനേജ് ചെയ്ത് പോകേണ്ട ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ ഒന്ന് റെസ്റ്റ് കൊടുക്കണം മനസ്സിന്. അതാണ് ഇവിടെ 4 ഓഫ് സോഡ്സ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, അതിനുശേഷം 4 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രണ്ട് സോഴ്സിലൂടെ ഇൻകം വരാനുള്ളൊരു യോഗമുണ്ട്. അപ്പോൾ ആ ഒരു ഇതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഒന്നിൽ മാത്രം സ്റ്റക്ക് ആകാതെ രണ്ട് സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊന്നും കൂടി നിങ്ങൾ ട്രൈ ചെയ്യുക. മറ്റൊരു ഭാഗത്തു നിന്നും കൂടി ഒരു ഇൻകം നിങ്ങൾ ജനറേറ്റ് ചെയ്യുക. അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങൾക്ക് മറ്റൊരു ഫീൽഡാന്ന് പറഞ്ഞു, ഇപ്പോൾ ചെയ്യുന്ന ഒരു ഫീൽഡ് നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് രണ്ട് ഇൻകം സോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഡബിൾ കാർഡും അതുപോലെ ഒന്ന് 2 ഓഫ് സോഡ്സും. ഈ ഡബിൾ കാർഡ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ കാലങ്ങളായിട്ട് സെയിം പാറ്റേണിലൂടെ ഒരു സാമ്പത്തിക സ്ഥിതി പോകുന്നുണ്ടാവും. മീൻസ് ഒരേ ലൂപ്പിൽ ഇങ്ങനെ പെട്ട് കറങ്ങുക, അല്ലെങ്കിൽ സെയിം പാറ്റേൺ, അതായത് സെയിം ഒരേ കാര്യം തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടാവും ഫിനാൻഷ്യലി. അത് നിങ്ങൾക്കൊരു പാറ്റേൺ, ഫിനാൻഷ്യൽ ഒരു പാറ്റേൺ ഉണ്ട്, അവിടെ ഒരു കർമ്മയുണ്ട് എന്നാണ് കാണിക്കുന്നത്, ഫിനാൻഷ്യൽ കർമ്മ. ആ കർമ്മയാണ് നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടത്. ഇത് ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 4 ഓഫ് സോഡ്സിൻ്റെ എനർജി വരണം. അതായത് ഒന്ന് റെസ്റ്റ് എടുക്കണം, ഒന്ന് ബ്രേക്ക് എടുക്കണം. നിങ്ങൾക്ക് തന്നെ ഒരു റിലാക്സേഷൻ ഉണ്ടാവണം. ഇപ്പോൾ ഒട്ടും റിലാക്സേഷൻ ഇല്ല, ഇപ്പം ഭയങ്കര കോൺഫ്ലിക്റ്റ് ആണ് നടക്കുന്നത്. അതാണ് 5 ഓഫ് സോഡ്സിൻ്റെ ആ കോൺഫ്ലിക്റ്റ് ഞാൻ പറഞ്ഞത്. ഉള്ളിൽ നിങ്ങൾക്ക് ഭയങ്കര മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാവുന്നത്. ഒരിക്കലും നമ്മുടെ മനസ്സ് ശരിയാവാതെ നമുക്ക് ഉള്ളൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടില്ല. നമ്മൾ ആ ഒരു മനസ്സൊന്ന് റിലാക്സേഷനിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്ലാരിറ്റി കിട്ടൂ. ആ ക്ലാരിറ്റിയാണ് നിങ്ങൾക്കിപ്പോൾ വേണ്ടത്. ആ ക്ലാരിറ്റി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള പുതിയ ദിശ ഏതാണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആകും. അതുപോലെ എക്സ്ട്രാ നിങ്ങൾക്ക് വരുന്ന ഒരു ഇൻകം സോഴ്സ് ഇപ്പോൾ ഉള്ളതല്ലാതെ വേറെ ഒന്നും കൂടി ഉണ്ട്, അതും നിങ്ങൾക്ക് റിവീലായി കിട്ടും. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതിന് ആദ്യം ചെയ്യേണ്ടത് പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യാനുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടണം. അതിൻ്റെ സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റെസ്റ്റ് കൊടുക്കുക, ഒരു ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ് ഇവിടെ വന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അതായത് പ്രകൃതി, ആ കാലചക്രം നിങ്ങൾക്ക് അനുകൂലമായിട്ട് തിരിയാൻ തുടങ്ങും എന്നുള്ളതാണ് കാണിക്കുന്നത്. മീൻസ് നമുക്ക് പ്രകൃതി അനുകൂലമായിട്ട് നിൽക്കണം, അല്ലേ? നമ്മുടെ സമയം ശരിയായിരിക്കണം.
നിങ്ങൾ ഈ പറയുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ സമയം ശരിയാവും. കാരണം നമുക്കുള്ളിലുള്ളത് തന്നെയാണ് പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെ എത്രത്തോളം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു, നിങ്ങളെ മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് പ്രകൃതിയും മാറ്റം വരും. നിങ്ങൾക്ക് പ്രകൃതി അനുകൂലമായിട്ട് വരും. നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിക്ക് ലക്കുള്ള ആൾക്കാരാണെന്ന് കാണിക്കുന്നുണ്ട്. അതാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ കാണിക്കുന്നത്. ഈ ലക്ക് നിങ്ങൾക്ക് പക്ഷെ വന്നില്ല, അത് വരാൻ പോകുന്നേ ഉള്ളൂ. വന്നില്ല എന്ന് പറയാനുള്ള കാരണം, വരാത്തതിൻ്റെ കാരണം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളോട് ഒരു ക്ലാരിറ്റി ഇല്ല, നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആ ലക്ക് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാത്തത്. ഫിനാൻഷ്യലി അത്രയും ലക്കുള്ള ആളായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ വീൽ ഓഫ് ഫോർച്യൂണിന് ശേഷം 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതായത് ആ ലക്ക് എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയിലാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാകും. നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് കുട്ടികളില്ലെങ്കിൽ കുട്ടികളുടെ ഒരു ഇതും കൂടി വരും. കാരണം ഇതൊക്കെ ബേസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ എനർജി ഇംബാലൻസ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. ആ ഒരു ഇംബാലൻസ് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളോടൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ്, ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഇതെല്ലാറ്റിൻ്റെയും ഗുണം നിങ്ങൾക്ക് ഒരു ഭാഗ്യമായിട്ട് വരും. ആ ഭാഗ്യം റിഫ്ലക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഫാമിലിയിലാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഇവിടെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ലക്ക് നിങ്ങൾക്ക് ശരിക്കും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുക, അത്രമാത്രം ലക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ ഫോളോ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ലക്ക് ഓപ്പൺ ആവുന്നത്. ഈ ലക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാലാണ് നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്നത്. പിന്നെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിദേശ യോഗം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വിദേശത്ത് അതാണ് ഇവിടെ 2 ഓഫ് വാണ്ട്സ് കാണിക്കുന്നത്. അതായത് വിദേശത്ത് പോകേണ്ട കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങളുടെ ഡെസ്റ്റിനി വിദേശം അല്ലെങ്കിൽ ദൂരദേശമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ജനിച്ച ആ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല നിങ്ങളുടെ ഡെസ്റ്റിനി വരുന്നത്. അവിടെ നിന്ന് ദൂരെയായിട്ടുള്ളൊരു പ്ലേസ് ആയിട്ടാണ് കാണിക്കുന്നത്. കൂടുതൽ പേർക്കും വിദേശമായിട്ട് കാണിക്കുന്നുണ്ട്. ബാക്കി കുറച്ച് പേർക്ക് ജനിച്ച ദേശമല്ലാതെ കുറച്ച് ദൂരമായിട്ടാണ് വന്നത്. അപ്പം നല്ല ലക്കുള്ള ആൾക്കാരാണ്. ബട്ട് നിങ്ങൾക്കത് ഓപ്പൺ ആയിട്ട് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. ഓപ്പൺ ആവാത്തതിൻ്റെ റീസൺ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മനസ്സിനൊരു റിലാക്സേഷൻ വരുന്ന സമയത്താണ് ഇത് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. അതായത് നിങ്ങളുടെ പാറ്റേൺ കണ്ടുപിടിച്ചിട്ട് ബ്രേക്ക് ചെയ്യണം. എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ മറ്റാരോടുമല്ല, മറ്റൊന്നിനോടുമല്ല നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ആ വൂണ്ടഡ് ആയിട്ടുള്ള എനർജിയോട് തന്നെയാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. മറ്റൊരു ശത്രുക്കളും നിങ്ങൾക്കില്ല. ശത്രുക്കൾ മേ ബി നിങ്ങൾക്ക് പുറത്ത് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ ആ വൂണ്ടഡ് എനർജി അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഏത് ഭാഗത്തോടാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്കിവിടെ ഇത് പറയാനേ പറ്റൂ. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്കേ അറിയാൻ പറ്റൂ ഏത് ഭാഗത്താണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ തന്നെ അത് സോൾവ് ചെയ്യണം. കാരണം നിങ്ങൾ അത്രയും നിങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പുറത്ത് എന്തിനോടോ ആണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇത്രയും കാലം നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഏത് ഭാഗത്തോടാണ് ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ളത് സ്വയം മനസ്സിലാക്കി എടുക്കണം. പിന്നെ ഇവിടെ ഉറപ്പ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റ്, ഈ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്ന കാർഡ് ഒരു ടേണിംഗ് പോയിന്റ് ആണ് കാണിക്കുന്നത്. അത് നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഹാപ്പിനെസ്സിനെയാണ് ഇവിടെ ഉറപ്പ് കാണിക്കുന്നത്. സാമ്പത്തിക മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത വളരെ ശക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് നേരിട്ട് വരുന്നതല്ല. ഇവിടെ നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന സമയത്ത് മാത്രമേ വരൂ. നേരിട്ട് ആരെങ്കിലും വന്ന് കൊണ്ടു തരുന്നതോ അല്ലെങ്കിൽ ദൈവം കഴിഞ്ഞു തരുന്നതോ അല്ല. നിങ്ങൾ തന്നെ ഒന്ന് ഓപ്പൺ ആക്കി എടുക്കേണ്ട ഒരു ഭാഗമാണത്. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം മാനസിക തടസ്സങ്ങളൊക്കെ മറികടക്കണം എന്നുള്ളതാണ്. പിന്നെ ഫലം തരാത്ത വഴികളൊക്കെ ഉപേക്ഷിക്കുക. ഫലം തരാത്ത വഴികൾ വിട്ടുപോകണം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത് വെറുതെ എനർജി വേസ്റ്റ് ആവുന്നതാണെങ്കിൽ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പിന്നെ പാറ്റേൺ കണ്ടുപിടിക്കണം. അതായത് പഴയ സാമ്പത്തിക പാറ്റേൺ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അത് ബ്രേക്ക് ചെയ്യണം. കണ്ടുപിടിച്ചാലേ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അഡ്രസ്സ് ചെയ്യുന്നെടുക്കുന്ന അത് ബ്രേക്ക് ചെയ്യപ്പെടും. അതുകൊണ്ട് അത് അഡ്രസ്സ് ചെയ്യാം. പിന്നെ വരുന്നത് സ്ഥിരതയോടെ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അതായത് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളിലൊരു സ്ഥിരത ഉണ്ടാവണം. അതിൻ്റെ റിഫ്ലക്ഷനാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിരത എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ സ്ഥിരതയില്ല, നിങ്ങളൊരു സ്ഥിരതയില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലിയും സ്ഥിരത ഉണ്ടാവില്ല. നിങ്ങളുടെ ഉള്ളിൽ എന്താണോ നടക്കുന്നത് ഇത് മാത്രമേ നിങ്ങൾക്ക് പുറത്ത് കാണാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ എനർജി ബാലൻസ് ആണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഭാഗം എടുത്തു നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ എനർജി സ്റ്റേബിളാണ്. നിങ്ങളൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക്
സാമ്പത്തിക സ്ഥിരതയും കുറവായിരിക്കും. അതുകൊണ്ട് എനർജി ഒന്ന് സ്റ്റേബിൾ ആക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.